ചട്ടക്കാരെ സിനിമയുടെ സെറ്റിലാണ് ഞാനിപ്പോൾ. ഹേമന്ത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. മൂവി നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മൂവി കഴിഞ്ഞു, എല്ലാം കൂടെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ മൂവിയുടെ ബേസിക് തീം എന്ന് പറയുന്നത് റൊമാൻസാണ്. റൊമാൻസ് കൂടാതെ തന്നെ ഫാമിലി അറ്റാച്ച്മെൻറ്റ്സ്, പിന്നെ അമ്മ മദർ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാം മൂവി ഇപ്പോൾ 30 വർഷം മുമ്പ് ബിഗ് ഹിറ്റായ മൂവിയാണ്. റീമേക്ക് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ റീമേക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം ഈ മൂവിയുടെ റീമേക്ക്, കാരണം ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർ കാസ്റ്റ് റിലേഷൻഷിപ്പാണ്. ഞാനും ഷംനി, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ഹിന്ദു ഗായാണ്, ഷംനി ചെയ്യുന്ന ക്യാരക്ടർ ഒരു ക്രിസ്ത്യൻ ഗേളാണ്. ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടമാണ് ഇതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത്. ഇതൊന്ന് പഴയ ഇപ്പോഴും എല്ലാ കാലത്തോളമാണ് ഇൻ്റർ കാസ്റ്റ് റൊമാൻസ് ഒക്കെ. പഴയ എങ്ങനെ വർക്കൗട്ട് ആണ് അതിൻ്റെ സക്സസ് ഒക്കെയാണ് ഈ പടം പറയുന്നത്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഇതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ നല്ല ഞങ്ങൾ തമ്മിലൊരു റൊമാൻസ് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ അവളുടെ ഷംനയുടെ ഫാമിലി സംഭവങ്ങൾ ഒരു നന്നായി വന്നിട്ടുണ്ട് മൂവി. സന്തോഷമായിട്ടും പുതിയ ആളാണെന്ന് പറയാൻ പറ്റില്ല, കാരണം പുള്ളി ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തമിഴൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് തന്നെ ഒറിജിനൽ ചെയ്തു സാറിൻ്റെ മോനാണ് പുള്ളി. വളരെ ടാലൻ്റഡാണ്, നല്ലൊരു പൊട്ടൻഷ്യലുള്ള ആളാണ്. അതുകൂടെ തന്നെ വിനോദ് ഇല്ലംപള്ളി ക്യാമറ അവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരുപാട് നമ്മളെ ലാലേട്ടനൊക്കെ മിക്ക മൂവീസ് ചെയ്യുന്ന പുള്ളിയാണ്. വളരെ ടാലൻ്റഡാണ്, നല്ല നല്ല ഫ്രെയിംസ് വെക്കുന്ന ആളാണ്. പിന്നെ ഇതിൽ എഴുതിക്കുന്ന ഊട്ടിയിലാണ്, നല്ല വിഷ്വൽസ് എല്ലാം ഉണ്ട്. സിനിമ ഡെഫിനറ്റ്ലി ഒരു വിഷ്വൽ ട്രീറ്റാന്ന് ഉറപ്പാണ്. കാരണം പഴയ ചട്ടക്കാർ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ട്, കാലത്തിൻ്റെ മാറ്റവും എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും സിനിമ പോയി കാണണം. അപ്പോൾ ജൂൺ 8 പടം റിലീസാണ്. എല്ലാവരും കാണണം, ജയിപ്പിക്കണം. നിങ്ങളെ പ്രോത്സാഹനം ഞങ്ങൾക്ക് പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്, എനിക്കൊക്കെ ഒരുപാട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ പടവും കണ്ട് സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നു.